പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ 17-ാം വാർഡ് എള്ളുകാലയിലാണ്. ഇവിടെ കളരിക്കൽ ക്ഷേത്രത്തിന്റെ സമീപത്ത് ഒരു റോഡിന്റെ മെയിൻ്റനൻസ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറെക്കുറെ 3 ലക്ഷം രൂപ അടുത്തുള്ളൊരു വർക്കാണ് നടക്കുന്നത്. നമുക്ക് അതിന്റെ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ 17-ാം വാർഡാണ് എള്ളുകാല. പുതുപ്പള്ളി കവലയ്ക്ക് തൊട്ട് അടുത്തുള്ളൊരു വാർഡും കൂടെയാണ്. ഇത് ജലജീവൻ മിഷൻ്റെ പൈപ്പ് ഇടാൻ വേണ്ടി വെട്ടിപ്പൊളിച്ച വഴിയാണ്. വളരെ ഏറെ നാളുകളായിട്ട് ഇതിങ്ങനെ തന്നെ കിടക്കുകയായിരുന്നു. എങ്കിലും ഈ റോഡിന് ഇപ്പോൾ ഒരു ശാപമോക്ഷം കിട്ടിയിരിക്കുകയാണ്. ഏറെക്കുറെ 500 മീറ്റർ താഴെയുള്ള ഒരു മെയിൻ്റനൻസ് വർക്കാണ് ചെയ്യുന്നത്. ഇത് നല്ലൊരു കോൺക്രീറ്റ് റോഡായിരുന്നു. അതിൻ്റെ ഈ സൈഡ് പൈപ്പിന് വേണ്ടി വെട്ടിപ്പൊളിച്ചപ്പോഴത്തേനാണ് കൂടുതൽ ദുർഘടമായത്. ഇതൊരു വലിയ കുത്ത് കയറ്റവും കൂടെയാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് താഴോട്ട് വരുമ്പം വാഹനങ്ങളൊക്കെ വലിയ പാടായിരുന്നു കയറിപ്പോരാനൊക്കെ. എന്നാൽ ഇത് 3 ലക്ഷം രൂപയോളം മുടക്കി ഇതിൻ്റെ മെയിൻ്റനൻസ് വർക്കുകൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ആരംഭിച്ച പണിയാണ്, ഇന്നുകൊണ്ട് തീരും. ഇവിടം വരെയാണ് ക്ഷേത്രത്തിന്. ഇതൊരു കളരിക്കൽ ക്ഷേത്രമാണ്. ക്ഷേത്രത്തിന് സമീപം വരെ പൂർത്തിയായിട്ടുണ്ട്. പണി തീർന്ന ഭാഗമാണിത്. ഈ വാർഡിലെ മെമ്പർ ജിനു വി കുമാർ ഇവിടെയുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് ഇതിൻ്റെ ഫണ്ടും കാര്യങ്ങളും എങ്ങനെയാണെന്ന് ചോദിച്ചറിയാം. നമ്മുടെ ഇപ്പോൾ ഇത് എത്ര ലക്ഷം രൂപയുടെ വർക്കാണ് ഇപ്പം നടക്കുന്നത്? ഇപ്പോൾ ചെയ്തേക്കുന്ന 2,70,70,000 രൂപയുടെ വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ നേരം ഇതെങ്ങനെയാണ് ഫണ്ട് എങ്ങനെയാണ്? ഫണ്ട് 2024-25 പ്ലാൻ ഫണ്ട് ഉപയോഗിച്ചാണ് ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ജലജീവൻ പദ്ധതിക്ക് വേണ്ടി നമ്മൾ പൊളിച്ചതിന്റെ റീസ്റ്റോറിംഗ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ വാർഡ് ഇത് മാത്രമല്ലോ? ഇപ്പൊ ഇത് മാത്രമേ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ഇതിൽ നമ്മൾ ചെയ്തേക്കുന്ന അമ്മൂന്ന റോഡ് ചെയ്തു. ഇപ്പോൾ ഇപ്രാവശ്യം ഇത് ചെയ്തേക്കുന്നത് കളരിക്കലമ്പലം പാലൂർ റോഡാണ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഏകദേശം 200 മീറ്ററോളാണ് ഇപ്പൊ നമുക്ക് ചെയ്യാൻ സാധിച്ചിരിക്കുന്നത്. ഇപ്പൊ പണി മുഴുവൻ പൂർത്തിയായിട്ടുണ്ട്. ഇപ്പൊ പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഈ ഭരണസമിതിയുടെ കാലാവധി തീരായപ്പോ ഒരു വഴി ശരിയാക്കിയിട്ട് വലിയൊരു നല്ല കാര്യമല്ലേ? ഇത് കഴിഞ്ഞ വർഷത്തെ ഫണ്ടാണ് നമുക്ക് കരുതി. ഇപ്പൊ ഈ വർഷത്തെ ഫണ്ട് ഇനിയും ഉണ്ട്. അല്ല, ഈ അവസാന സമയത്ത് ഇത് ചെയ്യാൻ പറ്റിയത് വലിയൊരു കാര്യമാണ്. അവസാനത്ത് അവിടെ അങ്ങോട്ടുള്ള ആൾക്കാരെല്ലാം വളരെ ബുദ്ധിമുട്ടിയാണ്. ഭയങ്കര ഇറക്കമാണ്. അത് പിന്നെ കളരിക്കൽ ക്ഷേത്രമുണ്ട്, പിന്നെ അതിന് താഴെ ഒരു കലാകളരി ഡാൻസ് സ്കൂളുണ്ട്. ഒരുപാട് വീട്ടുകാർ താമസിക്കുന്നത് പോകുന്നത്. പിന്നെ ഇതിലുള്ളവര് കവല കയറാതെ ഈ വഴിയാണ് ഉപയോഗിക്കുന്നത്. കവലയ്ക്ക് കോട്ടയത്തിന് പോകാൻ വേണ്ടി വില്ലേജ് ഓഫീസിന്റെ ആ റോഡാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ശരിയായിട്ടെ.